മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചപ്പോൾ അബ്രഹാമിൻ്റെ നിർജീവാവസ്ഥ മാറി, സാറയുടെ നിർജീവാവസ്ഥ മാറി. അബ്രാം എന്നവൻ അബ്രഹാമായി മാറി, സാറായി എന്നവൾ സാറയായി മാറി. അബ്രഹാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബഹുജാതികൾക്ക് പിതാവ് എന്നാണ്. സാറ എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം അവൾ രാജകുമാരി എന്നാണ്. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് അവർ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. അബ്രഹാം സാറയെ രാജകുമാരി എന്നും സാറ അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവ് എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ കൂടെയുള്ളവരും കൂട്ടത്തിലുള്ളവരും ഒരുപക്ഷെ കളിയാക്കി കാണാം. എന്നാൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നോക്കി പറയാൻ തുടങ്ങിയപ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ കർത്താവ് അവരുടെ വിശ്വാസം അപ്രൂവ് ചെയ്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളായിരിക്കാം ജീവിതത്തിൽ മുഴുവൻ, പക്ഷേ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവന് അതിൻ്റെ ഫലം അനുഭവിക്കും. ഹല്ലേലൂയ. ദൈവം